കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ആരാധനാ ദിവസത്തിൽ വീണ്ടും മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിച്ചേർക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവൻ്റെ കൃപകളെ അനുഭവിപ്പാൻ ദൈവം നമ്മോട് കാണിക്കുന്ന ആ മനസ്സലിവിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിപ്പാൻ, സ്നേഹിപ്പാൻ, ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ധാരാളം കൃപ നൽകട്ടെ. അക്ഷരത്തിൻ്റെ പഴക്കം, ആത്മാവിൻ്റെ പുതുക്കം എന്ന രണ്ട് കാര്യങ്ങൾ പറയുന്നത് പഴയ നിയമ ശുശ്രൂഷ കയ്യിൽ കൽപ്പലകയിൽ ദൈവം എഴുതി കൊടുത്ത അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ എഴുതുന്നു. തൻ്റെ ആത്മപകർച്ച ദൈവമക്കളുടെ മേൽ ദൈവം പകരുന്നു. അക്ഷരത്തിൻ്റെ പഴക്കത്തിലെ ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ, ആരാധിപ്പാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുത്തുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ പകരുന്നു. നാം കർത്താവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ക്രിസ്തുയേശുവിൽ നമ്മെ വിളിച്ചിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ദൈവത്തിൻ്റെ സഭ മേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ നാം അതേ മഹത്വം, തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കപ്പെടുന്ന മഹത്വം നാമും പ്രാപിക്കും. നാം ജീവനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാണ്. ലോകത്തിലുള്ള ബാക്കി ഒരു കാര്യത്തിനും ജീവനുള്ള പ്രത്യാശയല്ല. മരണത്തോടുകൂടി സകല പ്രത്യാശയും അസ്തമിക്കുമ്പോൾ മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച് പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തു ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യാശ ജീവനുള്ള പ്രത്യാശ. ഞാൻ പോകുകയും ഞാൻ മടങ്ങി വരികയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുകയും ചെയ്യും എന്ന് ദൈവം നൽകിയിരിക്കുന്ന പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലത്രേ. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്നും നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അത് നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരം, തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് നിത്യജീവനിൽ കടക്കുന്ന ജീവനുള്ള പ്രത്യാശയാണ്. ആ ജീവനുള്ള പ്രത്യാശയിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ നാം പ്രാപിക്കും. ക്രിസ്തുയേശു നമ്മിൽ ആരംഭിച്ചിരിക്കുന്ന നല്ല പ്രവൃത്തി തൻ്റെ നാളിൽ അത് തികയ്ക്കും. രക്ഷയും ശുദ്ധീകരണവും നീതീകരണവും വീണ്ടെടുപ്പിൻ്റെ അനുഭവങ്ങളും ക്രിസ്തുയേശു നമ്മിൽ ആരംഭിച്ചിരിക്കുന്ന നല്ല പ്രവൃത്തികൾ കർത്താവിൻ്റെ വരവിൽ അത് തികയ്ക്കപ്പെടും. കർത്താവിൻ്റെ വരവിൽ അത് പൂർണ്ണമാക്കപ്പെടും. തൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമ്പോൾ തൻ്റെ നാളിൽ അത് താൻ തികയ്ക്കും. നമ്മെ അതിനായി ദൈവം വിളിച്ചിരിക്കുന്നു. ആ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. തൻ്റെ നാളിൽ അത് തികയ്ക്കും. ആ ജീവനുള്ള പ്രത്യാശയ്ക്ക് അവകാശികളായി തീരുവാൻ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവിടെ ആക്കുമ്പോൾ ജീവവൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് എന്ത് ചെയ്യാം? ഭക്ഷിക്കാം. അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ എന്ത് ചെയ്യരുത്? തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ ആത്മാവിൽ ഉൾക്കൊള്ളുവാൻ, ആത്മാവിൽ ജീവിപ്പാൻ ദൈവം ഏദൻ തോട്ടത്തിലെ മനുഷ്യനിൽ ദൈവം ആഗ്രഹിച്ചിരുന്നു. ജീവവൃക്ഷത്തിൽ നിന്ന് ഉൾക്കൊള്ളണം. ജീവവൃക്ഷം ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നു. എന്നാൽ മനുഷ്യന് അവനൊരു ദേഹി കൂടെ ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ആത്മാവ് മാത്രമല്ല, ദേഹി കൊടുത്തിട്ടുണ്ട്, ദേഹവും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ദേഹിയിലെ സ്വന്തം അറിവിൽ, ആ അറിവിൻ്റെ ഇച്ഛകളിൽ മനുഷ്യൻ ജീവിക്കാതെ ദൈവത്തിൽ നിന്ന് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ മനുഷ്യൻ പിശാചിൻ്റെ പിടിയിൽ അറിവിൽ പ്രവേശിക്കുകയും സ്വന്തം അറിവനുസരിച്ച് മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ അവനിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ദൈവാശ്രയമില്ലാതെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ദൈവവുമായിട്ട് ബന്ധം പുലർത്തുവാൻ കഴിയുന്ന ആത്മമണ്ഡലം മനുഷ്യന് അടഞ്ഞുപോയി. ദൈവത്തിൽ നിന്നും വേർപെട്ടു പോയി. ആ വേർപാടുന്ന മരണത്തിലേക്ക് മനുഷ്യൻ
തള്ളപ്പെട്ടു. നീ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞത് അക്ഷരം പ്രതി അങ്ങനെ തന്നെ സംഭവിച്ചു. ദൈവം വീണ്ടും അബ്രഹാം പിതാവിലൂടെ ദൈവം ഇടപെടുന്നു. ദൈവം വാഗ്ദത്തം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ദൈവം മോശ മുഖാന്തരം വീണ്ടും ഇസ്രായേൽ ജനത്തിന് എന്ത് ചെയ്യുന്നു? ദൈവം കൊടുക്കുമ്പോൾ ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു. ഏദൻ തോട്ടത്തിൽ ജീവനും മരണവും, ജീവവൃക്ഷം, അറിവിൻ്റെ വൃക്ഷം എന്നിത്യാദി 2 കാര്യങ്ങളിലൂടെ ദൈവം ദൈവത്തെക്കുറിച്ചും സാത്താനെക്കുറിച്ചും എന്ത് ചെയ്യുന്നു? അവിടെ വെളിപ്പെടുത്തും. എന്നാൽ സാത്താൻ മനുഷ്യൻ്റെ അറിവിനെ എന്ത് ചെയ്തു? സ്വാധീനിച്ചു. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അന്യപ്പെടുത്തി. ആ അന്യപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടും ദൈവം വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ പദ്ധതിയായിരുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ദൈവം തൻ്റെ അഭിഷിക്തന്മാരിലൂടെ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ആ അഭിഷിക്തന്മാരിലൂടെ കൊടുക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും, അനുസരിക്കാത്തവൻ അതിനാൽ മരിക്കും. ഏദൻ തോട്ടത്തിലെ അതേ കാര്യം തന്നെയാണ് ദൈവം കൊടുത്ത പ്രമാണത്തിലുമുള്ളത്. ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു, നിനക്ക് തിരഞ്ഞെടുക്കാം. ഏദൻ തോട്ടത്തിലും ജീവവൃക്ഷവും അറിവിൻ്റെ വൃക്ഷവും നിനക്ക് വയ്ക്കുന്നു മുൻപിൽ. നിനക്ക് ഒരു വാണിംഗ് ദൈവം മനുഷ്യന് കൊടുത്തു, നീ അറിവിൻ്റെ വൃക്ഷം എന്ത് ചെയ്യരുത്? ഭക്ഷിക്കരുത്. എന്നാൽ പ്രമാണം ദൈവം കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു വിലക്കല്ല അവിടെ കാണുന്നത്. ജീവനും മരണവും നിനക്ക് മുമ്പിൽ എന്ത് ചെയ്യുന്നു? വയ്ക്കുന്നു. നിനക്ക് തിരഞ്ഞെടുക്കാം. ജീവനിലേക്ക് കടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ത് ചെയ്യണം? അനുസരണത്തോടെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനാൽ അവൻ എന്ത് ചെയ്യും? ദൈവവുമായി ബന്ധം പുലർത്തുവാനുള്ള ആത്മാവ് അവനിൽ നിത്യജീവനിലേക്ക് എന്ത് ചെയ്യും? അവനെ കൊണ്ടുപോകും. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ മനുഷ്യൻ്റെ വീണുപോയ ശരീരം പ്രമാണത്തെ അനുസരിപ്പാൻ തക്കവണ്ണം ഒരുക്കമുള്ളതല്ലായിരുന്നു. അവരുടെ ജീവിതങ്ങളെ, ദൈവവചനത്തെ, കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും ഉപദേശങ്ങളെയും ഒക്കെ അനുസരിക്കാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും വീണുപോയ ശരീരത്തിൽ അതിനെ നിവർത്തിപ്പാൻ തക്കവണ്ണമുള്ള കൃപ മനുഷ്യനെ ലഭിക്കാതെ പോയി. എന്നാൽ കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ മേൽ ജീവനുണ്ട്. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവൻ ആണ് നമ്മുടെ ക്രിസ്തു. ശിഷ്യന്മാർ കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിനെ തൊടുന്നു, കർത്താവിനെ കേൾക്കുന്നു, കർത്താവിൻ്റെ ജീവൻ്റെ മൊഴികളെ അവർ ശ്രവിക്കുന്നു. അവർ പ്രവചന പുസ്തകത്തിലൂടെ നോക്കിയവനെ അവർ ഈ ഭൂമിയിൽ എന്ത് ചെയ്തു? ക്രിസ്തുവിൽ കണ്ടു, നിത്യജീവനെ കണ്ടു. മാത്രമല്ല, ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും ശിഷ്യന്മാർക്ക് കർത്താവിനെ തൊടുവാനുള്ള ഭാഗ്യമുണ്ടായി. ശിഷ്യന്മാർക്ക് കർത്താവിനെ കേൾക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. ശിഷ്യന്മാരുടെ കണ്ണ് കർത്താവിനെ പുനരുദ്ധാനം പ്രാപിച്ച ശേഷവും കണ്ടു. അങ്ങനെ അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കുള്ള നിത്യജീവൻ പ്രത്യക്ഷമായിരിക്കുന്നു. മനുഷ്യന്റെ ആത്മാവിൻ്റെ നിത്യജീവനെ കുറിച്ചിട്ടുള്ള വെളിച്ചം ഈ ഭൂമിയിൽ എന്തിയിരിക്കുന്നു? വന്നിരിക്കുന്നു. ഞങ്ങളത് കണ്ടിരിക്കുന്നു, ഞങ്ങളത് കേട്ടിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം കൈ പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിനെ തൊട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ആ ജീവന്റെ അവകാശം ക്രിസ്തുവിൽ എന്തിയിരിക്കുന്നു? ലഭിച്ചിരിക്കുന്നു. ആ ലഭിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്കും ഉണ്ടാകേണ്ടുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ സത്യം നിങ്ങളോടും എന്ത് ചെയ്യുന്നു? അറിയിക്കുന്നു. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ജീവൻ ന്യായപ്രമാണ പുസ്തകം കൊടുക്കുമ്പോൾ ആ പ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കുമെന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായി അനുസരിക്കാൻ കഴിയാതെ വണ്ണം അവിടെയും മനുഷ്യൻ പരാജയപ്പെടുമ്പോൾ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ മനുഷ്യനെ വീണ്ടും ജീവനിലേക്ക് കടക്കുവാനുള്ള ദൈവത്തിൻ്റെ വഴിയാണ് യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഗ്ലോറി ടു ഗോഡ്. യേശുവിലും നാം കാണുന്നത് ജീവനും മരണവുമാണ്. എന്ന് പറഞ്ഞാൽ തന്നിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? ജീവനിലേക്ക് പോകും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ നിത്യമായി രക്ഷിക്കപ്പെടും. നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും, മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവനോ, ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവനോ അവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും, മരണത്തിലേക്ക് അകപ്പെടും.
അപ്പോൾ ഏദൻ തോട്ടത്തിലെ ജീവവൃക്ഷം, അറിവിന്റെ വൃക്ഷം, ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത പ്രമാണത്തിലും ജീവനും മരണവും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ജീവിക്കും, ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവൻ മരണശിക്ഷയിലേക്ക് മാറ്റപ്പെടും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ അന്നും ഇന്നും എന്നും എല്ലാ കാലത്തിലും ദൈവം മനുഷ്യനെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുവാനുള്ള വഴികൾ ദൈവം സദാകാലത്തും വെളിപ്പെടുത്തുന്നു. ജീവന്റെ മാർഗം നീ എനിക്ക് കാണിച്ചു തരും. ആ ജീവന്റെ മാർഗം ക്രിസ്തുവിലൂടെ കാണുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ സകല ജാതികൾക്കും നീ പിതാവാകും. ആ വാഗ്ദത്തം അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ലോക ജനതയെ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ ലോകത്തിലുള്ള സകല ജാതികൾ, വംശങ്ങൾ, ഭാഷകൾ, ഗോത്രങ്ങൾ എന്നിവയിലൂടെ ആയിരിക്കുന്ന സകല ജനത്തിനും യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ അവകാശമാക്കാൻ കഴിയും എന്നുള്ള വാഗ്ദത്തം അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ അലയടിച്ചു പോകുന്നതാണ് സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും ഇറങ്ങിപ്പോകുന്നത്. പൂർവ്വപിതാവായ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് തൻ്റെ പുത്രനായ ക്രിസ്തുയേശുവിലൂടെയുള്ള സുവിശേഷം സകല ജാതികളും, വംശങ്ങളും, ഗോത്രങ്ങളും, ഭാഷകളിലേക്കും ഇറങ്ങിപ്പോയി. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യനെ, നിത്യജീവനിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യനെ യേശുക്രിസ്തുവിലൂടെയുള്ള സുവിശേഷത്തിലൂടെ നിത്യജീവനിലേക്ക് അവകാശമാക്കി തീർക്കുവാൻ തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഈ ഭൂമിയിലുള്ള സകല മേഖലകളിലും, സകല ഗോത്രങ്ങളിലും, ഭാഷകളിലും, വംശങ്ങളിലും, ജാതികളിലും, സകല ഭൂഖണ്ഡങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ലോക ജനതയെ ദൈവവാഗ്ദത്തത്തിന് അവകാശികളാക്കും എന്ന് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ദൈവം കൊടുത്ത വാഗ്ദത്തം എന്നാണ് ക്രിസ്തു യേശുവിലൂടെ നിത്യജീവൻ എന്നുള്ള വാഗ്ദത്തം. മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ജീവൻ എന്ന വാഗ്ദത്തം. ദൈവത്തിൻ്റെ ന്യായപ്രമാണം ദൈവം കൊടുക്കുമ്പോൾ അതിനെ പൂർണ്ണമായി അനുസരിക്കുവാൻ തക്കവണ്ണം ജഡശരീരത്തിന് കഴിയാതെ പോകുമ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തുകൊണ്ട് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു വന്ന മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യജീവൻ. ആ നിത്യജീവന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന് അന്ത്യകാലത്തിൽ സകല ജഡത്തിന്റെ മേലും ദൈവം തന്റെ ആത്മാവിന്റെ പകർച്ച നൽകുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വാസത്താൽ ലഭിക്കുന്ന നിത്യജീവനെ കുറിച്ചാണ് ദൈവവചനത്തിൽ നമുക്ക് വെളിപ്പെട്ടു വരുന്നത്. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കാരണം ക്രിസ്തുവിൽ മരിക്കുന്നവർ മാത്രമാണ് പുനരുദ്ധാനം, നിത്യജീവനിലേക്കുള്ള പുനരുദ്ധാനം പ്രാപിക്കുന്നത്. ക്രിസ്തുവില്ലാതെ മരിക്കുന്നവർക്കും പുനരുദ്ധാനമുണ്ട്, പക്ഷെ അവർ നിത്യമായ നരകത്തിലേക്ക് മാറ്റപ്പെടേണ്ടുന്നതിനുള്ള പുനരുദ്ധാനമാണ് പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുയേശുവിൽ മരിക്കുന്നവർ മാത്രമാണ് ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ ജനിക്കുവാൻ, ക്രിസ്തുവിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിൽ മരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവത്തിൻ്റെ ജനത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം അവർ ഭാഗ്യവാന്മാരാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് അവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം തേജസ്സിൽ കർത്താവിന് കൊണ്ടുകൂടെ എടുക്കപ്പെടും. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ദൈവം വെളിപ്പെടുത്തിയ ജീവൻ, ആ ജീവനിലേക്ക് മനുഷ്യൻ കടക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അവസാനിക്കുന്നില്ല. മനുഷ്യനുമായി ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് മനുഷ്യൻ ജീവൻ പ്രാപിക്കേണ്ടുന്നതിന് വീണ്ടും ദൈവം പ്രമാണങ്ങളിലൂടെ, കൽപ്പനകളിലൂടെ, ചട്ടങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ അബ്രഹാം എന്ന പിതാവിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ജനത, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് 12 ഗോത്രങ്ങൾ, ഈ 12 ഗോത്രങ്ങളെയും ദൈവത്തിങ്കിലേക്ക് വീണ്ടും അടുപ്പിക്കുവാൻ, അബ്രഹാം പിതാവ് നിമിത്തം അടുപ്പിക്കുവാൻ
ആ ചോരയിൽ നിന്ന് പിറന്ന ഇസ്രായേൽ ഗോത്രത്തിനെ ദൈവം മോശ എന്നുള്ള അഭിഷിക്തൻ നിമിത്തം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും കൽപ്പനകളെയും ചട്ടങ്ങളെയും ഉപദേശങ്ങളെയും ഒക്കെ ദൈവം എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. എന്നാലോ ബലഹീനമായ ശരീരത്തിന് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുവാൻ കഴിയാതെ വരുമ്പോൾ, ദൈവം അവന് വച്ചിരിക്കുന്ന നിത്യജീവൻ അവന് എത്തിപ്പിടിക്കാൻ കഴിയാതെ വരുമ്പോൾ, അതിനെ സാധ്യമാക്കി തീർക്കുവാൻ, പ്രമാണത്തെ തന്നെ നിവൃത്തിയാക്കി തീർക്കുവാൻ ദൈവം പാപപങ്കുലമായ മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ ഈ ലോകത്തിലേക്ക് എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. ദാവീദിന്റെ കുലത്തിൽ നിന്ന്, ദാവീദിന്റെ സന്തതിയായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ എന്ത് ചെയ്തു? ജാതനാകുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പാപമുള്ള ഒരു ശരീരമാണ് ദാവീദിന്റെ കുലത്തിൽ നിന്ന് വരുന്നത്, മനുഷ്യ ശരീരമാണ്. എന്നാലോ ദിവ്യനായ ദൈവം ആ വീണുപോയ ശരീരത്തിൽ തന്നെ ഈ ഭൂമിയിൽ എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. മാനുഷികമായ ഒരു പിതാവല്ലാതെ, പിതാവിനെ കൂടാതെ സ്വർഗത്തിൽ നിന്ന് ക്രിസ്തു എന്ത് ചെയ്യുന്നു? മറിയയിൽ ജാതനാകുന്നു. പുരുഷന്റെ ഇച്ഛ കൂടാതെ കർത്താവ് എന്ത് ചെയ്യുന്നു? സ്ത്രീയിൽ ഉരുവാകുന്നു. ഗ്ലോറി ടു ഗോഡ്. അവൻ വന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. ക്രിസ്തു ഭൂമിയിൽ വന്നു. ഗ്ലോറി ടു ഗോഡ്. ലോകത്തിലുള്ള ബാക്കി എല്ലാവരും ജനിക്കപ്പെട്ടു വരുമ്പോൾ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് മറിയയിൽ വന്നു, ആത്മാവ് വന്നു. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ പാപത്തിൽ വീണുപോയ ശരീരത്തെ ദിവ്യനായ ദൈവം ആ ശരീരത്തിൽ വെളിപ്പെട്ട് കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ വീണുപോയ ഒരു പാപത്തിലും വീണുപോകാതെ ഒരു ശരീരം ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയത് യേശുവിൻ്റെ ശരീരമാണ്. ഗ്ലോറി ടു ഗോഡ്. കൃപയും സത്യവും അവനിൽ നിറഞ്ഞിരുന്നു. സത്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം. വചനം ജഡത്തിൽ വെളിപ്പെട്ടു. വചനമെന്ന സത്യം ക്രിസ്തുവിൽ നിറഞ്ഞിരുന്നു. ആ വചനത്തെ പൂർണ്ണമായി നിവർത്തിക്കുന്ന കൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. ആ നിറവിൽ നിന്നാണ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആ കൃപ മേൽ കൃപ പകരുന്നത്. അപ്പോൾ പ്രമാണത്തെ അനുസരിച്ച ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കാവശ്യമായ നിത്യജീവൻ ക്രിസ്തുവിലിരിക്കുന്നു. കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നിലായിരുന്ന പരിശുദ്ധാത്മാവാണ് ശിഷ്യന്മാരോടും തന്നിൽ വിശ്വസിച്ച ജനതയോടും കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ടെന്ത് ചെയ്യരുത്? പോകരുത്. പുനരുദ്ധാനം പ്രാപിച്ചതിനനന്തരം 50-ാം ദിവസം പെന്തക്കോസ്ത് നാളിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്നവരുടെ മേൽ അയക്കുമ്പോൾ അവർക്ക് ലഭിച്ചത് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് എന്താണ് അവർക്ക് കൊണ്ടുകൊടുത്തത്? നിത്യജീവനെയാണ് കൊണ്ടുകൊടുത്തത്. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവനിലേക്കുള്ള പരിശുദ്ധാത്മാവാണ് പാപത്തിലാണ്ടുപോയ മനുഷ്യന്റെ ഉള്ളത്തിലേക്ക് എന്ത് ചെയ്ത് ഇറങ്ങി വന്നത്. ഗ്ലോറി ടു ഗോഡ്. അന്നു മുതൽ 2000-ഓളം വർഷം ഈ ആത്മപകർച്ച പരിശുദ്ധാത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നിത്യജീവന്റെ ആത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ന്യായപ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കുമെന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അതിനാൽ ജീവിക്കുന്നു എന്നുള്ള അനുഭവത്തിലേക്ക് വരും. ഹല്ലേലൂയ. അപ്പോൾ പുതിയ നിയമ സഭയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നീതീകരണം നമുക്ക് ലഭ്യമായി തീരുന്നത്. നീതീകരണം ലഭ്യമാകി തീരേണ്ടുന്നതിനുള്ള വിശ്വാസമാണ് പുതിയ നിയമ വിശ്വാസികൾക്കുണ്ടാകേണ്ടത്. ദൈവം ചെയ്യുന്ന നന്മകളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളുമൊക്കെ ദൈവസഭയ്ക്കുണ്ട്. എന്നാൽ ആ നന്മകളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഒക്കെ വിശ്വാസത്താൽ നമ്മൾ പ്രാപിച്ചാലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അതൊന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിനോടുകൂടെ നിത്യതയിലേക്ക് എത്തിച്ചേരുന്ന ചില വിശ്വാസം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയുള്ള ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രക്ഷയും, കർത്താവായ യേശുക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചതിൽ വിശ്വസിക്കുന്നതിലൂടെ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ നീതീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ എന്നുള്ളതും വിശ്വാസത്താൽ നമ്മൾ അവകാശമാക്കിയിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ സകല നന്മകളും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോൾ ഇട്ടിട്ട് പോയാലും
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നതിലൂടെ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ നീതീകരണത്തിന് അനന്തമായ നിത്യജീവൻ, ആ നിത്യജീവൻ ലഭിക്കേണ്ടുന്നതിന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യതയിൽ നാം കാണും. ഘനമുള്ള വിശ്വാസം നമുക്കുണ്ടാകട്ടെ, ഊറ്റമുള്ള വിശ്വാസം നമുക്കുണ്ടാകട്ടെ. വെളിപ്പാടിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങളിലെ വിശ്വാസം നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നമ്മുടെ ജീവിതങ്ങളിൽ എന്ത് ചെയ്യട്ടെ? ധാരാളമായിട്ട് ദൈവം പകരട്ടെ. നമ്മുടെ ആത്മീയ കണ്ണുകൾ കർത്താവ് എന്ത് ചെയ്യട്ടെ? അല്ലെങ്കിൽ ജ്വലിപ്പിക്കട്ടെ. അവൻ്റെ വിളിയാലുള്ള ആശ എന്തെന്ന് തിരിച്ചറിയേണ്ടുന്നതിന് വെളിപ്പാടിൻ്റെ ആത്മാവും ജ്ഞാനത്തിൻ്റെ ആത്മാവും ദൈവം നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യട്ടെ? ധാരാളമായിട്ട് പകർന്നു നൽകട്ടെ. ഹല്ലേലൂയ. പൂർവ്വപിതാക്കന്മാർ അവർ ആശിച്ചത്, ഗ്ലോറി ടു ഗോഡ്, നിത്യജീവനെ കുറിച്ചാണ്. ഗ്ലോറി ടു ഗോഡ്. ഈ ലോകത്തിനപ്പുറത്തേക്കുള്ള നിത്യജീവൻ ക്രിസ്തുയേശുവിലൂടെ അവർ ആശിച്ചിരുന്നു. ഹല്ലേലൂയ. അബ്രഹാം പിതാവും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണും. പൂർവ്വപിതാക്കന്മാർ, അനേക വിശുദ്ധന്മാർ, പ്രവാചകന്മാർ, കർത്താവിൻ്റെ അഭിഷിക്തന്മാർ ഒക്കെയും ദൈവത്തിൽ വിശ്വസിച്ച വിശ്വാസത്താൽ അവരുടെ ആത്മാവിൻ്റെ നിത്യജീവനെ അവകാശമാക്കുവാനുള്ള വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. പുതിയ നിയമസഭയിൽ അനേക ലേഖനങ്ങൾ, 14ഓളം ലേഖനങ്ങൾ എഴുതിയിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസും പറയുന്നത്, ഒന്ന് ഞാൻ കണ്ടിരിക്കുന്നു. എന്താണ് താൻ കണ്ടിരിക്കുന്നത്? നിത്യജീവനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിത്യജീവനെ കണ്ടിരിക്കുന്നു. ഒന്ന് ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നു. ആ നിത്യജീവനെ പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നു. നിങ്ങൾക്കും എന്നോടുകൂടെ എന്ത് ചെയ്യാം? ചേരാം. അത് പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല? നിരൂപിക്കുന്നില്ല. അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ഓടുന്നു. ക്രിസ്തുയേശുവിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. പിൻപിലുള്ളത് സകലത്തെയും മറന്നുകൊണ്ട് മുൻപിലേക്ക് ആഞ്ഞുകൊണ്ട് ആ പരമവിളിയുടെ ലാക്കിലേക്ക്, ആ വിശുദ്ധ വിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. ഗ്ലോറി ടു ഗോഡ്. തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലും തനിക്ക് പൂർണ്ണമായി ഹല്ലേലൂയ അത് അനുഭവമാക്കിക്കൊണ്ട് പറയുവാൻ കഴിഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ നല്ല ഓട്ടമോടി, എൻ്റെ വിശ്വാസത്തെ ഞാൻ കാത്തു. ഇനി നിത്യജീവന്റെ കിരീടം എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം വച്ചിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല, തന്നിൽ വിശ്വസിക്കുന്നവർക്കും അത് പ്രാപിക്കുവാൻ കഴിയുമെന്ന് പൂർണ്ണമായ പ്രത്യാശ, ആ പ്രത്യാശയെ അവകാശമാക്കിക്കൊണ്ട് താൻ നിത്യതയിലേക്ക് കടക്കുകയും ശേഷമുള്ള ജനത്തിനോട് പ്രബോധനമായി കൊടുക്കുകയും ചെയ്യുകയാണ്. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ ആത്മാവിൻ്റെ രക്ഷ, നിത്യജീവൻ, മോക്ഷത്തിലേക്കുള്ള യാത്ര ക്രിസ്തുയേശുവിൽ പൂർണ്ണമാണ്. ഗ്ലോറി ടു ഗോഡ്. അല്ലെ, ആകാശത്തിലേക്ക് നോക്കി മുഷ്ടിയുദ്ധം ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല, ദൈവവചനത്തിലുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി, വെളിപ്പാടോടുകൂടി, ദൈവം കൊടുത്തിരിക്കുന്ന ജ്ഞാനത്തോടുകൂടി, നിത്യജീവനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ ഈ ദിവസങ്ങളിൽ ധ്യാനിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ഇവിടെ നീതീകരണം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണം. ന്യായപ്രമാണം ദൈവം കൊടുക്കുമ്പോൾ നീതീകരണം പ്രാപിക്കണമെങ്കിൽ ന്യായപ്രമാണത്തെ പൂർണ്ണമായി എന്ത് ചെയ്യണം? അനുസരിക്കണം. പാപത്തിൽ വീണുപോയ മനുഷ്യൻ്റെ ശരീരത്തെ പിശാച് വ്യത്യസ്തമായ രീതികളിൽ പാപപ്രലോഭനങ്ങളിലൂടെ പോരാടുമ്പോൾ മനുഷ്യൻ്റെ ജഡശരീരത്തിന് ദൈവത്തിൻ്റെ ഊറ്റമുള്ള പ്രമാണങ്ങളെ അനുസരിപ്പാൻ തക്കവണ്ണം അവന് കഴിയാതെ വീഴ്ചകൾ വരും. അപ്പോൾ പ്രമാണം അനുസരിക്കുന്നവനാണ് നിത്യജീവൻ എന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ പ്രാപിപ്പാൻ മനുഷ്യൻ ദുർബലനാകും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ നീതിയായ നിത്യജീവൻ തൻ്റെ ശരീരത്തിൽ വെളിപ്പെടുത്തുന്നു. എങ്ങനെ വെളിപ്പെടുത്തുന്നു? ശിക്ഷാവിധി
എൻ്റെ ശിക്ഷാവിധി കർത്താവിൻ്റെ മേലാകുമ്പോൾ അവൻ ക്രൂശിൽ മരണപ്പെടുന്നു. ഹല്ലേലൂയ. കർത്താവ് ക്രൂശിൽ മരണപ്പെട്ടാലും മൂന്നാമത്തെ ദിവസം കർത്താവ് എന്ത് ചെയ്തു? പുനരുദ്ധാനം പ്രാപിക്കുന്നു. ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച ഒരു ശരീരം ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച ക്രിസ്തുവിൻ്റെ ശരീരം മൂന്നാമത്തെ ദിവസം പുനരുദ്ധാനം പ്രാപിച്ചു. ആ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണമാണ്. വിശ്വാസത്താൽ ലഭിക്കുന്ന രക്ഷയും വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണവും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. യേശു ക്രിസ്തുവിലെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ ശിക്ഷാവിധിയിൽ നിന്നുള്ള നമുക്കുള്ള രക്ഷ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഗ്ലോറി ടു ഗോഡ്. അതിൻ്റെ ഒരുപാട് വശങ്ങളുണ്ട്. കഴിഞ്ഞ ഏകദേശം 20-21 മണിക്കൂറുകളോളം നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചതാണ്. ആ വചനങ്ങളൊക്കെയും ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ വീണ്ടും ആവർത്തിച്ചെന്ത് ചെയ്യട്ടെ? ധ്യാനിപ്പാൻ തക്കവണ്ണം നമ്മെ സഹായിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. 4-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടുന്നതിന് ഇവിടെ 2 കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. അതിക്രമങ്ങൾ നിമിത്തം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും. കണ്ടോ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ, നമ്മുടെ ശിക്ഷാവിധിയായ മരണത്തെ അവൻ്റെ മേൽ എന്ത് ചെയ്തു? ഏൽപ്പിച്ചത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ നീതീകരണത്തിനായി ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവൻ അതിനാൽ എന്ത് ചെയ്യും? ജീവിക്കുമെന്നുള്ള നിത്യജീവൻ നമുക്ക് അവകാശം ലഭിക്കേണ്ടുന്നതിന് നമ്മുടെ നീതീകരണത്തിനായിട്ടാണ് യേശുവിനെ എന്ത് ചെയ്ത്? ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം പിതാവാം ദൈവത്തോട് സമാധാനമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഈ കൃപയിലേക്ക്. ഏത് കൃപയിലേക്ക്? ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണം അനുസരിച്ചാൽ മാത്രമേ നിത്യജീവൻ എന്ത് ചെയ്യുള്ളൂ? പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ നിത്യജീവൻ എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താൽ നമുക്ക് അവകാശമാക്കുവാൻ എന്ത് ചെയ്തു? കഴിഞ്ഞു. ആ കഴിഞ്ഞിരിക്കുന്ന ഈ കൃപയിലേക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രവേശിക്കാൻ കഴിയുന്നില്ല. യഹൂദജനം ഇന്നും ന്യായപ്രമാണത്താൽ നിത്യജീവൻ അവകാശമാകേണ്ടുന്നതിന് അവർ എന്ത് ചെയ്യുന്നു? മെശിഹയെ കൂടാതെ, സകല ജനത്തിനും വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കൂടാതെ, പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിനെ കൂടാതെ നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയുമെന്നുള്ള ചിന്തയിൽ അവർ എന്ത് ചെയ്യുന്നു? അവർ യാത്ര ചെയ്യുമ്പോൾ. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച വിശ്വാസത്താൽ നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും നീതീകരണത്തിനായുള്ള നിത്യജീവനും നമ്മൾ പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസ നീതീകരണം, ആ നീതീകരണത്തിൻ്റെ അന്തം എന്താണ്? നിത്യജീവൻ. ആ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് വിശ്വാസ നീതീകരണം ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ നിൽക്കുന്ന കൃപയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. മറ്റുള്ളവരെല്ലാവരും സ്വന്തം പ്രയത്നം കൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യുന്നു? ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കോ ക്രിസ്തുയേശു നിമിത്തം തന്നിൽ വിശ്വസിപ്പാനും ആ വിശ്വാസത്താൽ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും, ഹല്ലേലൂയ, വിശ്വാസത്താൽ നമുക്ക് നീതീകരണം പ്രാപിക്കാൻ
കഴിഞ്ഞതുകൊണ്ട് നിത്യജീവൻ അവകാശമാക്കി തീർക്കേണ്ടുന്നതിനുള്ള കൃപയിലേക്ക് വിശ്വാസത്താൽ യേശുക്രിസ്തു നിമിത്തം നമ്മൾ എന്ത് ചെയ്തു? പ്രവേശിച്ചു. ഗ്ലോറി ടു ഗോഡ്. ഈ വിശ്വാസമാണ് പരിശുദ്ധാത്മാവ് എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്ത് ചെയ്യേണ്ടിയേ? കൊടുക്കേണ്ടി. അല്ലാതെ ഭൗമികമായ ജീവിതത്തിലേക്ക് ആവശ്യമായിരിക്കുന്ന ചില കാര്യങ്ങൾ ലഭിക്കേണ്ടുന്നതിന് നമ്മെ വിശ്വാസത്തിൽ ബൂസ്റ്റ് ചെയ്ത് തരുന്നതല്ല പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത്. ക്രിസ്തുയേശു എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി, അനുസരണത്തിലൂടെയുള്ള നിത്യജീവന് ലഭിക്കേണ്ടുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിലൂടെ കാണിച്ചിരിക്കുന്ന, വെളിപ്പെടുത്തിയിരിക്കുന്ന സകല കാര്യങ്ങളും വെളിപ്പാടിൻ്റെ ആത്മാവിലും ജ്ഞാനത്തിൻ്റെ ആത്മാവിലും നമ്മൾ കാണുവാനും വിശ്വസിപ്പാനും ആ നിത്യജീവൻ പ്രാപിക്കുവാനുമാണ് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആ വ്യാപാരത്തിൻ്റെ കീഴിൽ ഞാനും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ കാണപ്പെടുന്നത് പോലെ കർത്താവിനോടുകൂടെ നിത്യജീവനിലും നാം കാണും. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ ദൈവസഭയിലൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ നന്മകളെ കൊണ്ട് ദൈവജനത്തെ അനുഗ്രഹിച്ചിട്ട് അതിൽ പ്രസാദമെടുക്കുവാൻ ആഗ്രഹിക്കുന്നതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരെത്രയെന്നാണ് വിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുന്നത്. ഈ ആയുസ്സിലെ മാത്രം കാര്യങ്ങളെ പ്രത്യാശ വെച്ചുകൊണ്ട്, ക്രിസ്തുയേശുവിൽ പ്രത്യാശ വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ സകല മനുഷ്യരിലും അവർ അരിഷ്ടരായി പോകും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ സ്നാപക യോഹന്നാൻ പോലും ക്രിസ്തുയേശുവിലെ വിശ്വാസത്തിൽ നിന്ന് ഇടറിപ്പോയി. എങ്കലിടറാത്തവൻ ഭാഗ്യവാനെന്ന് ഹല്ലേലൂയ കർത്താവ് വിളിച്ചു പറയുന്നു. പത്രോസിന്റെ വാക്കുകൾ നമ്മൾ ഓർക്കുക. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ചിലർ ഏലിയാവെന്നും ചിലർ മറ്റു പല പല പ്രവാചകന്മാരെന്നൊക്കെ പറയുന്നു. യേശുവിനെ കുറിച്ച് ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുമ്പോൾ പത്രോസ് വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ബർയോനായ ശീമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവത്രേ. പിതാവ് വെളിപ്പെടുത്തി കൊടുക്കാതെ പുത്രനെയും പുത്രൻ താൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ പുത്രൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെയും അറിയുന്നില്ല. ഫിലിപ്പോസ് കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. ഹല്ലേലൂയ. പത്രോസ് യേശുവിലെ പുത്രത്വത്തെ കാണുമ്പോൾ ഫിലിപ്പോസ് കർത്താവിനോട് ചോദിക്കുന്നു, പിതാവിനെ കാണിച്ചു തരണമെന്ന് ചോദിക്കുമ്പോൾ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നത്രേ. പിതാവ് എന്നിൽ പ്രവർത്തിക്കുന്നു, പിതാവ് എന്നിൽ സംസാരിക്കുന്നതാണ് ഞാൻ സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ പ്രവർത്തിക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ എൻ്റെ സ്നേഹത്തെ കാണുന്നവൻ, എന്നിലെ വെളിച്ചത്തെ കാണുന്നവൻ, എന്നിലെ ജീവനെ കാണുന്നവൻ, എന്നിലെ സത്യത്തെ കാണുന്നവൻ, എന്നിലെ പ്രവൃത്തികളെ കാണുന്നവൻ എന്നെയല്ല കാണുന്നത്, പിതാവിനെ അത്രേ കാണുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഫിലിപ്പോസിന് പിതാവ് ദൈവത്തെ ക്രിസ്തുവിലൂടെ എന്ത് ചെയ്യാൻ പറ്റി? കാണാനായിട്ട് കഴിഞ്ഞു. പത്രോസിനോ പിതാവിൽ നിന്ന് വന്ന പുത്രനെ എന്ത് ചെയ്യാൻ പറ്റി? കാണാൻ കഴിഞ്ഞു. അപ്പോൾ ദൈവസഭയിൽ നിന്ന് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ പുത്രനായ ക്രിസ്തുവിനെ കാണണം. ദൈവത്തിന്റെ ആത്മാവ് സഭയിൽ വ്യാപരിക്കുമ്പോൾ ക്രിസ്തുവിലൂടെ പിതാവാൻ ദൈവത്തെ കാണണം. അതാണ് ദൈവത്തിന്റെ ശുശ്രൂഷ, അതാണ് ദൈവത്തിന്റെ അരുളപ്പാടുകൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചനയുടെ ശബ്ദങ്ങൾ, ദൈവത്തിന്റെ വചനത്തിലെ വെളിപ്പാടുകൾ വെളിപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം, പിതാവാ ദൈവത്തെ വെളിപ്പെടുത്തണം. എന്തിനു വേണ്ടിയിട്ട്? നിത്യജീവൻ അവകാശമാക്കുവാൻ. ഹല്ലേലൂയ. അതാണ് ഇവിടെ വായിച്ചത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. എങ്ങോട്ടുള്ള പ്രവേശനം? നിത്യജീവനിലേക്കുള്ള പ്രവേശനം വിശ്വാസത്താൽ ലഭിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നമ്മൾ ഓരോരുത്തരും ഉൾപ്പെട്ടിരിക്കണം. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഹല്ലേലൂയ കൂടാരങ്ങൾ
വാനങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായതും നിലനിൽക്കുന്നതുമായ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ വിശ്വാസത്തെ അവർ എന്ത് ചെയ്തു? പ്രയോഗിച്ചു. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനം എന്ത് ചെയ്യുന്നു? അവരുടെ വിശ്വാസത്തെ പ്രയോഗിക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാർ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നിലനിൽക്കുന്ന രാജ്യത്തിലേക്ക് ആത്മാവ് നിത്യമോക്ഷം പ്രാപിക്കുവാൻ തക്കവണ്ണം അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അഭിഷിക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് കഴിഞ്ഞുവെങ്കിൽ പുതിയ നിയമസഭയിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്കും ഹല്ലേലൂയ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് നമുക്കും കാത്തിരിക്കാൻ കഴിയണം. കർത്താവിൻ്റെ വചനങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ ധാരാളമായി. ഹല്ലേലൂയ. അങ്ങനെ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. പ്രമാണം ലഭിച്ചിരിക്കുന്ന യഹൂദജനം പോലും വിശ്വാസത്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. മുൻപന്മാർ എന്ത് ചെയ്യും? പിൻപന്മാരാകും. പിൻപന്മാർ മുൻപന്മാരുമാകും. പുറംജാതിക്കാർ ദൈവവിഷയ സംബന്ധമായി പിൻപന്മാരായിരുന്നു. ദൈവവിഷയ സംബന്ധമായി സ്വന്തം ജനമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ മക്കൾ മുൻപന്മാരായിരുന്നു. പ്രമാണങ്ങളും ചട്ടങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ആരാധനകളും ആരാധനയ്ക്കുള്ള വിധികളും ന്യായപ്രമാണവും എന്നിത്യാദി ദൈവവുമായി ബന്ധം പുലർത്താനുള്ള സകല കാര്യങ്ങളും ലഭിച്ചിരുന്ന മുൻപന്മാർ ഇന്ന് പിൻപന്മാരായി മാറി. യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ പുറംജാതികളായിരുന്ന നമ്മൾ ഓരോരുത്തരും ഇന്ന് അവർക്ക് മുൻപിൽ വിശ്വാസത്താൽ ആ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പ്രശംസിക്കുന്ന കാര്യത്തെ പറയുകയാണ്. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ തേജസ് എന്നെ രക്ഷിക്കേണ്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ തേജസ് എന്നെ നീതീകരിക്കേണ്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? വെളിപ്പെട്ടു. രക്ഷയും നീതീകരണത്തിൻ്റെയും തേജസ് വെളിപ്പെട്ടത് ക്രൂശിലാണ്. ഹല്ലേലൂയ. രക്ഷയുടെ തേജസ് വെളിപ്പെട്ടത് ക്രൂശിലാണ്. നിത്യമായ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടുന്നതിന് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന എൻ്റെ സകല ശിക്ഷാവിധികളും കർത്താവ് എന്ത് ചെയ്തു? ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ കയറി. ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ അവിടെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുന്നു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിച്ചിരിക്കുകയാൽ എൻ്റെ നീതീകരണത്തിൻ്റെ തേജസ് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? സംഭവിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. 3-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ദൈവമക്കളുടെ പ്രശംസ എവിടെയാണ്? ക്രിസ്തുവിലാണ്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ പ്രമാണം ലഭിച്ചിരിക്കുന്നവരുടെ പ്രശംസ ഇന്നും എന്തിലിരിക്കുന്നു? പ്രമാണം അനുസരിക്കുന്നതിലൂടെ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ അവർ അതിലെന്ത് ചെയ്യുന്നു? പ്രശംസിക്കുമ്പോൾ നമ്മൾ പ്രശംസിക്കുന്നതോ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവ തേജസ്സിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രശംസിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അവർ ഇന്നും സ്വന്തം ശക്തി കൊണ്ട് പ്രമാണത്തെ അനുസരിക്കാൻ ശ്രമിക്കുന്നതിൽ അവർ അവിടെ പ്രശംസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയിലേക്ക് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവിനെ തരുമ്പോൾ ആ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ പ്രശംസിക്കുന്നത് ക്രൂശിലാണ്. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് 3-ാമത്തെ ദിവസം എന്ത് ചെയ്തു? പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ ആ പുനരുദ്ധാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? പ്രശംസിക്കുന്നത്. രക്ഷ, ദൈവമൊരുക്കിയ രക്ഷയിലാണ് ആത്മാവിൽ നിന്ന് നമ്മൾ പ്രശംസിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ദൈവമൊരുക്കിയിരിക്കുന്ന നീതീകരണത്തിലാണ് പരിശുദ്ധാത്മാവിനാൽ ഇന്ന് നമ്മൾ പ്രശംസിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, നാം ദൈവ തേജസ്സിൻ്റെ
പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രത്യാശ നമുക്ക് നൽകുന്നത് രക്ഷയും നീതീകരണത്തിലൂടെ എന്താണ്? നിത്യജീവനിൽ കടക്കുവാനുള്ള പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് എന്ത് ചെയ്യുന്നില്ല? ഭംഗം വരുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. തൊട്ടടുത്ത് വായിക്കുന്നത് അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കഷ്ടത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നു. എന്താണ് ഇവിടെ പറയുന്ന കഷ്ടം? പ്രമാണം ലഭിച്ചത് ഇസ്രായേൽ മക്കൾക്കാണെങ്കിലും പ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച ക്രിസ്തുവിൽ അധിവസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്, ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണമാണ്. ഈ ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണമായ പരിശുദ്ധാത്മാവ് ന്യായപ്രമാണത്തെ നിങ്ങളുടെ ഹൃദയമെന്ന മാംസപ്പലകയിൽ എന്ത് ചെയ്യും? എഴുതും. അകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ചയുണ്ടായി. ദൈവത്തിൻ്റെ പ്രമാണത്തെ അകത്തെഴുതുമ്പോൾ പാപത്തിൽ വീണുപോയ ശരീരം പുറത്തിരിക്കുവാണ്. അപ്പോൾ അകത്തെഴുതപ്പെട്ട പ്രമാണത്തെ പുറത്തുള്ള ശരീരം എന്ത് ചെയ്യണം? അനുസരിക്കണം. അപ്പോൾ പ്രമാണത്തെ അനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തുണ്ടാവും? കഷ്ടമുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ നമുക്ക് ക്രിസ്തു യേശു നിമിത്തം എന്ത് ചെയ്തു? പ്രവേശനം ലഭിച്ചു. നാം ആ ദൈവ തേജസ്സിലാണ് എന്ത് ചെയ്യുന്നത്? നാം പ്രശംസിക്കുന്നത്. അതുമാത്രമല്ല, ആ പ്രശംസ മാത്രമല്ല, നമ്മൾ ഒരു കാര്യം കൂടെ നമ്മളിൽ തിരിച്ചറിയുന്നു. അകത്ത് നമ്മൾ ദൈവ തേജസ്സിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുമ്പോൾ ഉള്ളത്തിൽ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കേണ്ടുന്നതിനുള്ള ഒരു കഷ്ടത നിന്റെ പുറത്ത് കാണുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാരണങ്ങളാൽ നിനക്ക് നിത്യജീവൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. അകത്ത് ദൈവ തേജസ് എന്ത് ചെയ്തിരിക്കുന്നു? ലഭിച്ചിരിക്കുമ്പോൾ അകത്ത് പരിശുദ്ധാത്മാവിനാൽ പ്രമാണത്തെ എന്ത് ചെയ്തു? എഴുതിയിരിക്കുമ്പോൾ വീണുപോയ ശരീരത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ആയിരിക്കുന്നത്. പ്രമാണം അനുസരിക്കുന്നതിലൂടെയാണ് നിത്യജീവൻ കടക്കേണ്ടുന്നത്. എന്നാൽ ക്രിസ്തുയേശുവിലൂടെ അതെന്ത് ചെയ്തിരിക്കുന്നു? നിവർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്താൽ നമ്മൾ അവകാശമാക്കിയിരിക്കുന്നു. ആ അവകാശത്താൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? ന്യായപ്രമാണത്തെ എഴുതുമ്പോൾ അതനുസരിക്കാൻ ന്യായപ്രമാണം അനുശാസിക്കുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മിൽ എന്ത് ചെയ്യുന്നു? ആ ശക്തി തരുമ്പോൾ ജഡത്തിൽ എന്തുണ്ടാവുന്നു? കഷ്ടമുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള കഷ്ടമോ ലോകത്തിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന പോലത്തെ കഷ്ടത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അകത്തെഴുതപ്പെട്ട പ്രമാണത്തെ അനുസരിക്കുവാൻ വഴങ്ങാത്ത ശരീരം വചനം അനുസരിക്കുവാൻ തക്കവണ്ണം ഒരു കഷ്ടം എന്ത് ചെയ്യും? ഉണ്ടാവും. അകത്ത് പ്രത്യാശയും ഇതനുസരിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആത്മാവ് പ്രാപിച്ചിരിക്കുന്നവർക്ക് ശരീരം വഴങ്ങാത്തത് നിമിത്തമുള്ള ഒരു കഷ്ടം. ഈ രണ്ട് കാര്യങ്ങളാൽ, അകത്തുള്ള പ്രത്യാശയും പ്രമാണത്തെ അനുസരിക്കുവാൻ വെമ്പുന്ന പരിശുദ്ധാത്മാവിനാൽ ശരീരത്തിനുള്ള ഈ കഷ്ടവും ഈ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ യാത്ര പ്രത്യാശയുടെ യാത്രയാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ലോകത്തിലെ കഷ്ടമല്ല അവിടെ പറയുന്നു, മറ്റേതെങ്കിലും കാര്യങ്ങളുടെ കഷ്ടമല്ല അവിടെ പറയുന്നു. പ്രമാണത്തിൻ്റെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു വന്നതിന് ശേഷം കഷ്ടത സഹിഷ്ണുത, അയ്യോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ കഷ്ടത ഉണ്ടായി, ആ കാര്യമല്ല ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ കഷ്ടത പിന്നെ എന്ത് ചെയ്യുന്നു? സഹിഷ്ണുതയിലേക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഉള്ളത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ശരീരത്തിൽ വെളിപ്പെടണം. വചനം ജഡത്തിൽ എന്ത് ചെയ്യണം? വെളിപ്പെടണം. വചനം ജഡത്തിൽ വെളിപ്പെട്ട് കൊണ്ടുവരുവാൻ തക്കവണ്ണം അനുവദിക്കാത്ത ഒരു പോരാട്ടം ശരീരത്തിലുണ്ട്. ആ കഷ്ടം വീണ്ടും ദൈവാത്മാവിൽ ദൈവവചനത്തിലൂടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് വരുമ്പോൾ ആ കഷ്ടതകൾ ആ വ്യക്തിയിലേക്ക് എന്ത് കൊണ്ടുവരുന്നു? സഹിഷ്ണുതയെ കൊണ്ടുവരും. ഹല്ലേലൂയ. സഹിഷ്ണുതയോടുകൂടി ദൈവാത്മാവിൽ വചനത്തെ അനുസരിക്കേണ്ടുന്നതിന് ആ വ്യക്തി ജീവിതം എന്ത് ചെയ്യും? തന്നെ തന്നെ ക്രിസ്തുവിലേക്ക് എന്ത് ചെയ്യും? വചനത്തിലേക്ക്, പരിശുദ്ധാത്മാവിലേക്ക് എന്ത് ചെയ്യും? ഏൽപ്പിച്ചു കൊടുക്കും. സഹിഷ്ണുത സിദ്ധതയിലേക്ക് കൊണ്ട്. ഗ്ലോറി ടു ഗോഡ്. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ജയമെടുക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ടുകൊണ്ടിരുന്ന അനവധി കാര്യങ്ങൾ സിദ്ധതയിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നമ്മുടെ ജഡശരീരത്തിന് ചെയ്യുവാൻ കഴിയാതിരുന്നതായ ന്യായപ്രമാണത്തിലെ സത്യങ്ങൾ
പരിശുദ്ധാത്മാവിലെ സത്യങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം, ആത്മാവിൻ്റെ ഫലത്തെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഉള്ള സിദ്ധതയിലേക്ക് ആ ശരീരം എന്ത് ചെയ്യും? വരും. അകത്ത് ആത്മാവുണ്ടെങ്കിൽ പുറത്തെ ശരീരത്തിൽ സിദ്ധതയുണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. ആ സിദ്ധത മരണത്തിലേക്ക് പോകുന്ന ശരീരത്തിനുള്ള എന്താണ്? പ്രത്യാശയായി മാറും. വിശ്വാസത്താൽ രക്ഷയും വിശ്വാസത്താൽ നീതീകരണവും ലഭിച്ച് യേശുക്രിസ്തു നിമിത്തം അകത്ത് ആ പ്രത്യാശ എന്ത് ചെയ്തു? വന്നു എന്നാണ് ആദ്യം വായിച്ചത്. പക്ഷേ പുറത്തെ ശരീരത്തിൽ ഇപ്പോഴും എന്തുണ്ട്? പോരാട്ടം കിടക്കുക. ആ പോരാട്ടം ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാതിരിക്കാനുള്ള പോരാട്ടം. ആ പോരാട്ടം എന്ന കഷ്ടത്തിലൂടെ അകത്തെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യൻ പുറത്തെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും? വെളിപ്പെടും. നിത്യജീവൻ എങ്ങോട്ട് വെളിപ്പെടണം? ശരീരത്തിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും അശേഷം അനിന്യമാവണ്ണം ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടും എന്നാണ് തെസ്സലോനിയർക്ക് 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം വരുന്നു. അപ്പോൾ അവിടെ ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. നമ്മൾ എന്തിനാ ദൈവസന്നിധിയിൽ വരുന്നത്? നിത്യജീവൻ. അത് വിശ്വാസികൾ പറയുന്നത് എന്താണെന്നറിയോ? അതപ്പോഴല്ലേ. ഗ്ലോറി ടു ഗോഡ്. സാത്താൻ ട്രാപ്പിലാക്കും. ഈ പ്രമാണവും വചനവും വെളിപ്പാടും ജ്ഞാനവും ഒക്കെ ദൈവം വച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ദൈവസഭയ്ക്ക് വേണ്ടി. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് അതിന് സഹായിക്കട്ടെ. അപ്പോൾ നാം ദൈവ തേജസ്സിൽ പ്രത്യാശിക്കുന്നു. മാത്രമല്ല, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവിലൂടെ ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിക്കേണ്ടുന്നതിന് നമ്മുടെ ജീവിതത്തിൽ കഷ്ടമല്ല ഉണ്ടോ? എന്ത് കഷ്ടമാണുള്ളത്? പ്രമാണം അനുസരിക്കേണ്ടതിനുള്ള കഷ്ടമാണോ അനുഭവിക്കണം? ആണെങ്കിൽ അതാണ്, ആ കഷ്ടമാണ് ഇവിടെ പറയണം. പ്രമാണം അനുസരിക്കാൻ അനുവദിക്കാത്ത ഒരു ശരീരം, പ്രമാണം അനുസരിക്കാൻ ഒരുക്കമുള്ള ആത്മാവ് അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപരിക്കുന്നു. ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? ചേരുന്നില്ല. ചേരാതിരിക്കുന്ന കഷ്ടം. അനുസരിപ്പിക്കുക, ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകും. ഹല്ലേലൂയ. അനുസരണത്തിലേക്ക് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ഇവിടെ നിൽക്കാൻ പറയുമ്പം അപ്പുറത്ത് പോയി നിൽക്കും. ഇപ്പുറത്ത് നിൽക്കാൻ പറഞ്ഞാൽ അങ്ങേയറ്റത്ത് പോയി നിൽക്കും. ഇതാണ് ജഡശരീരത്തിൻ്റെ വീഴ്ചയുടെ കുഴപ്പം. നോക്കല്ലെന്ന് പറഞ്ഞാൽ എത്തി നോക്കും. ഇതാണ് കുഴപ്പം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ 100 കണക്കിന് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു? എല്ലാം ഓപ്പോസിറ്റ് ഗ്രാവിറ്റി. ആത്മാവിൻ്റെ ആ ഒരു കാന്തിക വലയത്തിനകത്ത് എന്ത് ചെയ്യുന്നില്ല? ജഡശരീരം എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. ആ കഷ്ടമാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ആ കഷ്ടതയിലൂടെ പോയി കാര്യം ബോധ്യം വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കത്തക്കവണ്ണമുള്ള സഹിഷ്ണുതയിലേക്ക് ആ വ്യക്തി എന്ത് ചെയ്യുന്നു? വരുന്നു. ആ സഹിഷ്ണുത ആത്മാവ് പറയുന്ന കാര്യങ്ങൾ ജഡവും കൂടെ അനുസരിക്കത്തക്കവണ്ണമുള്ള സിദ്ധതയിലേക്ക് ആ വ്യക്തിയുടെ ശരീരം വരും, വഴങ്ങും. ഒടുവിൽ ആ ശരീരത്തിന് എന്തുണ്ടാകുന്നു? ക്രിസ്തുയേശുവിലെ പ്രത്യാശ. ശരീരത്തിനും പ്രത്യാശ ഉണ്ടാവും. ആത്മാവിന്റെ പ്രത്യാശ ദേഹിയിലും ശരീരത്തിലും വ്യാപരിക്കും. ക്രിസ്തുയേശു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ക്രിസ്തുയേശു ജഡത്തിൽ വന്നു, 2000 വർഷത്തിനു മുമ്പ് ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവല്ല അവിടെ ഉദ്ദേശമാക്കുന്നത്. ക്രിസ്തുയേശു നമ്മുടെ ജഡശരീരത്തിൽ എന്ത് ചെയ്തു? ആത്മാവിൽ നിന്ന് വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ക്രിസ്തുയേശുവിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്നുള്ളതിന് അടയാളമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം എന്ത് ചെയ്യുന്നു? കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. രക്ഷയിൽ പ്രശംസിക്കുന്നു, നീതീകരണത്തിൽ പ്രശംസിക്കുന്നു. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ കൃപയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. മാത്രമല്ല, അങ്ങനെ കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിപ്പാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കഷ്ടത എന്നുള്ളൊരു കാര്യം എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ കാണുന്നു, ഞാൻ അറിയുന്നു, ഞാൻ അനുഭവിക്കുന്നു. അതിൽ ഞാൻ എന്ത് ചെയ്യാണ്? പ്രശംസിക്കുക. ആ പ്രശംസയിൽ നിന്ന് സിദ്ധതയിലേക്കും സിദ്ധത പ്രത്യാശയിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മെ കൊണ്ടെത്തിക്കുന്നു. പ്രത്യാശയ്ക്കോ എന്ത് ചെയ്യുന്നില്ല? ഭംഗം വരുന്നു. ഗ്ലോറി ടു ഗോഡ്. ഇന്നും നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കേണ്ടുന്നതിന് വചനവും ആത്മാവും നമ്മെ വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങൾ അനുസരിക്കേണ്ടുന്നതിന് ശരീരത്തിൽ ആ കഷ്ടതയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിൻ്റെ രക്ഷ, ആ രക്ഷയുടെ പ്രത്യാശയ്ക്ക് എന്ത് ചെയ്യുന്നില്ല? ഭംഗം വരുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. ഈ കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോയാലും ആ സഹിഷ്ണുതയിലേക്കും സിദ്ധതയിലേക്കും
പ്രത്യാശയിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എന്ത് ചെയ്യും? കൊണ്ടുവരും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇന്നലകളിലെ എൻ്റെ പഴയ മനുഷ്യൻ ആയിരുന്നത് പോലെയല്ല ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നത് ആയിരിക്കുന്നു. ഇന്നലകളിലെ എൻ്റെ ചിന്തകളല്ല ഇന്നെൻ്റെ ചിന്ത. ഇന്നലകളിലെ എൻ്റെ വഴികളല്ല ഇന്നത്തെ എൻ്റെ വഴി. ഇന്നലകളിലെ എൻ്റെ പാപമംഗലമായ കാര്യങ്ങളല്ല ഇന്നത്തെ എൻ്റെ വിശുദ്ധമായ തേജസ്സിൻ്റെ അനുഭവം എന്നിത്യാദി. പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും എന്നുള്ള ആ വ്യത്യാസം, ആ താരതമ്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ തന്നെ കാണിച്ചു തരുമ്പോൾ നമുക്ക് നമ്മിൽ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ അടയാളങ്ങൾ കാണാൻ കഴിയുമ്പോൾ അതിൽ നമുക്ക് എന്തുണ്ടാകും? പ്രശംസയുണ്ടാകും. ദൈവം എവിടെ പ്രവർത്തിക്കുന്നു? എന്നിൽ പ്രവർത്തിക്കുന്നു. ദൈവം എവിടെ വ്യാപരിക്കുന്നു? എന്നിൽ വ്യാപരിക്കും. എന്തിന് വ്യാപരിക്കുന്നു? നിത്യജീവൻ അവകാശമാകുവാൻ തക്കവണ്ണം വ്യാപരിക്കുന്നു. നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ആത്മാവും അശേഷം അനിന്യമാമണ്ണം ക്രിസ്തുവേശുവിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. കാരണം 5-ാം വാക്യത്തിലൂടെ പറയുന്നു, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളത്തിൽ പകർന്നിരിക്കുന്നത്? 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നമ്മൾ നീതിമാനായതുകൊണ്ടാണോ? നമ്മൾ ഗുണവാന്മാരായിരുന്നത് കൊണ്ടാണോ? നമ്മൾ നല്ല വ്യക്തികളായിരുന്നത് കൊണ്ടാണോ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ദൈവം പ്രദർശിപ്പിച്ചിരിക്കുന്നത്? 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നാം പാപികളായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ആ പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹം പരിശുദ്ധാത്മാവിനാൽ, 5-ാം വാക്യം, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ ഈ സ്നേഹം. ഏത് സ്നേഹം? നാമോ പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ മരിക്കുകയാൽ പിതാവാം ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ ക്രൂശിൽ വെളിപ്പെടുത്തിയിരിക്കുകയാൽ നമ്മുടെ പ്രത്യാശയ്ക്ക് എന്ത് ചെയ്യുന്നില്ല? ഭംഗം വരുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഈ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തിരിക്കുന്നു? പകർന്നിരിക്കുന്നു. ഇതെപ്പോഴും ഈ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യും? ഓർമ്മപ്പെടുത്തും. ഗ്ലോറി ടു ഗോഡ്. 6-ാമത്തെ വാക്യത്തിൽ, നാം ബലഹീനരായിരിക്കുമ്പോൾ. എന്ത് ബലഹീനർ? പ്രമാണത്തെ അനുസരിക്കാൻ കഴിയാത്ത ബലഹീനത. അല്ലാതെ ചില കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചു, ആ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുവാൻ തക്കവണ്ണമുള്ള ബലം എന്നിൽ ഇല്ല. അതുകൊണ്ട് ആ ബലം എന്ത് ചെയ്യണം? എനിക്ക് കിട്ടണം. അപ്പോൾ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ബലമല്ല ഇവിടെ പറയും. ഗ്ലോറി ടു ഗോഡ്. എന്തോ ഒരു ശുദ്ധ ഭോഷത്വമാണ് പലപ്പോഴും ദൈവജനം ആഗ്രഹിക്കുകയും വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷക്കാർ അത് ചെയ്യുകയും ചെയ്യുന്നത്. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എൻ്റെ ആലോചന സഭയിൽ എന്ത് ചെയ്യുന്നില്ല? നീ ഇരുന്നിട്ടില്ല. എൻ്റെ ആലോചനയുടെ ശബ്ദം നീ എന്ത് ചെയ്തിട്ടില്ല? കേട്ടിട്ടില്ല. ദൈവത്തിൻ്റെ ആലോചന ശബ്ദം കേൾക്കാതെ, ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കാതെ എന്ത് ചെയ്യരുത്? ദൈവസത്യങ്ങൾ എന്ത് ചെയ്യരുത്? വെളിപ്പെടുത്തരുത്. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാടെന്ന പോലെ എന്ത് ചെയ്യട്ടെ? പ്രസംഗിക്കട്ടെ. ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ അവൻ ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം എന്ത് ചെയ്യട്ടെ? ശുശ്രൂഷ ചെയ്യട്ടെ. അരുളപ്പാട് ലഭിക്കാതെ ദൈവത്തിൻ്റെ അരുളപ്പാട് എന്നുള്ള പോലെ എന്ത് ചെയ്യാൻ പാടില്ല? ശുശ്രൂഷിക്കാൻ പാടില്ല. ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ അരുളപ്പാട് എന്ന പോലെ പ്രസംഗിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ പറയുന്ന ബലഹീനത എന്താണ്? പ്രമാണത്തെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അനുസരിക്കാൻ ശ്രമിക്കുന്നു, ബലഹീനപ്പെടുന്നു. ആ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. പ്രമാണം ലഭിച്ചവൻ ഭക്തിയോടെ ജീവിപ്പാൻ ശ്രമിക്കുമ്പോൾ പുറം ജാതിക്കാരായ ഞാനും നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ ആരായിരുന്നു? അഭക്തരായിരുന്നു. ആ അഭക്തരായിരിക്കുകയും പ്രമാണം അനുസരിക്കാൻ കഴിയാതെ വണ്ണം ഉള്ള ബലഹീനതയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ക്രിസ്തു മരിച്ചത്. അതാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. എന്നുവെച്ചാൽ നാട്ടിലൊരാൾ നീതിമാനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നീതിമാന് വേണ്ടിയിട്ട് ആരെങ്കിലും മരിക്കും? ഇല്ല, ദുർലഭം.
ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. നമുക്കറിയാലോ, ചില നല്ല ക്വാളിറ്റിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഇന്നും അന്നും എല്ലാ കാലത്തിലും ഉണ്ട്. പഴയ നമ്മൾ ചില രാഷ്ട്രീയ നേതാക്കൾ ജനത്തിന് വേണ്ടി ഒത്തിരി നന്മകൾ ചെയ്തിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. നമുക്ക് തമിഴ്നാട്ടിലെ MGR, അദ്ദേഹം ജനത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ മനം നൊന്നിട്ട് എത്രയോ പേർ സൂയിസൈഡ് ചെയ്യും. അപ്പൊ ഗുണവാന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചിലർ എന്ത് ചെയ്യും? മരിപ്പാൻ തുനിയുമായിരിക്കും. കർത്താവ് പറയാം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ. നീതിമാന് വേണ്ടിയിട്ടുള്ള കാര്യമല്ല, ഗുണവാന് വേണ്ടിയിട്ടുള്ള കാര്യമല്ല, പാപികളായിരിക്കുമ്പോൾ പാപികൾക്ക് വേണ്ടി മരിക്കുന്ന കാര്യം എന്തൊരു അത്ഭുതമാണത്. ഗ്ലോറി ടു ഗോഡ്. അതാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. ഈ സ്നേഹത്തെ കാണാതിരിക്കാനാണ് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ എന്ത് ചെയ്യുന്നത്? കുരുടാക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ആ പ്രത്യാശ എന്ത് ചെയ്തിരിക്കുന്നു? നൽകിയിരിക്കുന്നു. മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹം കൂടി നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? പകർന്നിരിക്കുന്നു. നാം ഭക്തരായതുകൊണ്ടല്ല, നാം അഭക്തരായിരിക്കുമ്പോൾ തന്നെ, നാം വിശുദ്ധരായിരിക്കുന്നത് കൊണ്ടല്ല, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, അഭക്തർക്ക് വേണ്ടിയും പാപികൾക്ക് വേണ്ടിയിട്ടും ക്രിസ്തുയേശു ക്രൂശിൽ യാഗമാക്കപ്പെട്ടിരിക്കുന്നതിലൂടെ പിതാവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഉൾക്കൊള്ളുവാൻ ദൈവം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? കൃപ നൽകിയിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതനുഭവിപ്പാൻ, ഇത് ആസ്വദിപ്പാൻ, അതിലൂടെ നിത്യജീവന് നമ്മൾ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ നമ്മുടെ ഉള്ളറകളിലേക്ക് ജ്ഞാനമായി, വെളിപ്പാടായി നമ്മുടെ ഉള്ളറകളിലേക്ക് പരിശുദ്ധാത്മാവ് തരട്ടെ. ദൈവത്തിൻ്റെ വചനത്തിങ്കൽ ഉടമ്പടിയുടെ ബന്ധത്തിൽ ജീവിതങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, കാരണം ദൈവം ഉടമ്പടിയുടെ ദൈവം, ഉടമ്പടിയിൻ ബന്ധത്തിലാണ് നമ്മൾ ദൈവത്തോട് ബന്ധം പുലർത്തുന്നതെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ആ ഉടമ്പടിയുടെ രക്തത്തെ തകർത്ത് കളയാൻ ഒരു അന്ധകാര ശക്തിക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനത്തെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ധ്യാനിക്കുന്നവരായി നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് വചനത്തിലെ സത്യങ്ങളെ വെളിപ്പാടിൻ്റെ ആത്മാവിൽ, ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവം നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ആ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് ചിലത് പ്രാപിക്കുവാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്. അവൻ്റെ മഹിമ തന്നെ നമുക്ക് വചനത്തിലൂടെ പ്രാപിക്കുവാൻ കഴിയും. അങ്ങനെ നമ്മൾ ഉടമ്പടിயின் ബന്ധത്താൽ ദൈവത്തോട് ബന്ധം പുലർത്തുകയും ദൈവത്തിൻ്റെ വചനത്തെ ആത്മാവിൻ്റെ ധ്യാനത്തിൽ നമ്മൾ ആ സത്യത്തിലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് ആത്മാവിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് പൊട്ടിവരുന്ന ഒന്നാണ് ആത്മാവിലെ ആരാധന. ഗ്ലോറി ടു ഗോഡ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരനുഭവത്തിലേക്ക് ഒരു വ്യക്തി ജീവിതം എത്തിച്ചേരും. കർത്താവ് നമുക്കൊരുക്കിയ രക്ഷാപദ്ധതി, ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന നീതീകരണവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ പ്രത്യാശയും നമ്മുടെ ഉള്ളത്തിൽ നിറയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സന്തോഷം കൊണ്ട് നമ്മുടെ ഉള്ളത്തിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനുവേണ്ടി കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവാത്മാവിലേക്ക്, ദൈവവചനത്തിലേക്ക്, ദൈവത്തിൻ്റെ കൃപയിലേക്ക്, ആ അത്യുന്നതൻ്റെ, ആ സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിലേക്ക്, ആ ചിറകിൻ്റെ മറവിലേക്ക്, മേഘത്തിൻ്റെ കീഴിലേക്ക്, ആ അഗ്നിത്തൂണിൻ്റെ ചുറ്റിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതങ്ങൾ എന്ത് ചെയ്യട്ടെ? കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. നമ്മളും ദൈവസന്നിധിയിൽ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ദാഹത്തോടെ നമുക്കും നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കേൾക്കപ്പെട്ട വചനത്താൽ കർത്താവ് നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാ മഹത്വവും സ്തുതിയും പുകഴ്ചയും സ്തോത്രവും ഘനവും എല്ലാം ദൈവത്തിന് അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.